RS ഫുട്ബോൾ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റാരെ കുറിച്ചുമല്ല, 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം, ഒരു തലമുറയുടെ കാത്തിരിപ്പിന് ശേഷം, ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തൂക്കിയ ആർട്ടറ്റയുടെ ആഴ്സണലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രി നടന്ന മാഞ്ചസ്റ്റർ സിറ്റി വിസസ് ബോർമൗത്ത് മത്സരത്തിൽ 1-1 സമനിൽ കുടുങ്ങിയതോടുകൂടി പെപ്പിന്റെ സിറ്റി ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആഴ്സണൽ ചാമ്പ്യന്മാരായിക്കാണ്. ആഴ്സണൽ ഫാൻസ് ഒന്നും ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്ന ഒരു ആഴ്സണൽ ഫാൻസ് ഉണ്ടാവില്ല. അവരുടെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ നീണ്ട 22 വർഷം, 2023-24 സീസണിലാണ് അവസാനമായിട്ട് ഇവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മുത്തമിട്ടത്. അതിനു മുമ്പ് 2021-22 സീസണിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം രണ്ടാം സ്ഥാനക്കാരെന്ന പേര്, അതേപോലെ തന്നെ ബോട്ടിൽ ചെയ്യപ്പെടുക, അതേപോലെ തന്നെ എന്താ പറയാ, അവസാന നിമിഷം കലോട്ടോടിക്കുക, അങ്ങനെ പുച്ഛിച്ചവർക്കും കളിയാക്കിയവർക്കും അതേപോലെ തന്നെ ട്രോളി നിങ്ങളൊരു കപ്പ് എടുക്കണോ ചോദിച്ചു നടന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ് ഇനി ആഴ്സണൽ ഫാൻസ് കൊടുക്കാൻ. നിങ്ങൾ ആഘോഷിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫാൻസിന് മുന്നിൽ നെഞ്ഞും വിരിച്ച് ആഘോഷിക്കാനുള്ള സമയമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര കാലം നിങ്ങൾ ഏറ്റുവാങ്ങിയ ട്രോളുകൾ ചെറുതല്ല, ഒരുപാട് ട്രോളുകൾ ഞാനടക്കം ഈ ചാനലിൽ ഇരുന്ന് ഞാൻ നിങ്ങളെ ട്രോൾ ചെയ്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കളി മോശമാകുമ്പോൾ മോശമെന്ന് തന്നെ പറയണം, അത് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഇപ്പോ ആഴ്സണൽ ഫാൻസിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ഈ സീസണിൽ ബോട്ടിൽ എന്നൊക്കെ വിചാരിച്ച ഒരുപാട് നിമിഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. 9 പോയിന്റൊക്കെ ലീഡ് ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായ സമയത്ത് പെട്ടെന്ന് ആ ഒരു പോയിന്റ് സമനിലയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. 2 ടീമുകൾ ഒരേ പോയിന്റ് നിലവാരത്തിലുണ്ടായിരുന്നു. ഗോൾ ശരാശരിയിലും അതേപോലെ ഒരുപാട് അഡ്വാൻറ്റേജ് സിറ്റിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം നടന്ന എവർട്ടനായുള്ള മത്സരത്തിൽ 3-3 സമനില സിറ്റി നേടിയതോടുകൂടിയിട്ട് ആഴ്സണലിന് പിന്നീട് ഒരു ഊർജ്ജം കിട്ടാണ്. അവർ അവസാന മത്സരത്തിൽ 1-0 വിജയിച്ചു ബേർലി എന്ന് പറഞ്ഞാൽ റിലേഗേഷൻ സോണിൽ കിടക്കുന്ന ടീമാണ്. പക്ഷെ അവർ അത്യാവശ്യം നല്ലപോലെ ആഴ്സണലിനെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. 1-0 വിജയിച്ചു. അപ്പോ ഇന്നലെ രാത്രി നടന്ന മത്സരം മാഞ്ചസ്റ്റർ സിറ്റി വിസസ് AFC ബോർമൗത്ത്, അവർ യൂറോപ്പ ലീഗിന് യോഗ്യത നേടിയിരിക്കണം. അവർക്ക് ആ ഒരു യോഗ്യതയ്ക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് തോന്നുന്നു അവര് എന്താ പറയാ അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. എമ്മാതിരി കളി എന്ന് പറയാം. സിറ്റിയെ ശരിക്കും വെള്ളം കുടിപ്പിച്ചെന്ന് പറയാം. അവസാന 90+ മിനിറ്റുകൾ വന്നു അവർക്ക് ഒരു ഗോൾ സമനില നേടാൻ. അതുവരെ തോൽവി മണത്തോണ്ട് നടന്ന ആ സിറ്റി അങ്ങനെ ആഴ്സണലിന്റെയും ആർട്ടറ്റയുടെയും കിട്ടാക്കാനായിട്ട്, ഞാൻ ഈ സീസണിലും കൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിച്ചില്ലെങ്കിൽ ആഴ്സണലിലെ ആർട്ടറ്റെ, നിങ്ങൾ ആഴ്സണലിന് പറ്റിയ കോച്ചല്ല, നിങ്ങൾക്ക് ഇവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെപ്പിന് 2 കപ്പില്ലടോ. നിങ്ങൾ ഇപ്പോഴെന്താ ആ സിറ്റി ഫാൻസ് ഒന്നും അങ്ങനെ തളരുത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 കപ്പുണ്ട്. പെപ്പിന്റെ ഏറ്റവും മോശമായ സീസണാണ്. അതുവരെ 2 കപ്പ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കൂടി വേണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ആക്രാന്തം ഉള്ള പരിപാടിയാണ്. അടിക്കട്ടോ, 22 കൊല്ലമില്ല. നിങ്ങൾ ഈ 22 കൊല്ലത്തിനായിട്ട് നിങ്ങൾ എത്ര ട്രോഫി അടിച്ചു? പെപ്പിന് തന്നെ എത്ര ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഉണ്ട്? 6-7 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇല്ലേ? അപ്പോ ഇത് ആഴ്സണൽ ഫാൻസിനുള്ളതാണ്. ഈ 22 വർഷം അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ച, അവർക്ക് ട്രോളുകളൊക്കെ ഏറ്റു പറഞ്ഞപ്പോൾ നമ്മുടെ ടീമിനെ വിട്ടുകൊടുക്കാതെ ആ ഒരു പോരാട്ടം, ഏത് സമയം ഞങ്ങളൊരു കപ്പടിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിന്നില്ലേ. കഴിഞ്ഞ സീസണിലും ചാമ്പ്യൻസ് ലീഗിൽ പുറത്തായി, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 2nd പൊസിഷനിലായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴും വിട്ടുകൊടുക്കാതെ ആ ഒരൊറ്റ ബാഡ്ജിന് വേണ്ടിയിട്ട്, ആ ഒരു ടീമിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തില്ലേ. നിങ്ങൾക്കുള്ളതാണ് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ. അതിപ്പോ കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ടാവും, അവരൊക്കെ ആഘോഷിക്കണം. പക്ഷെ അവരെക്കാളൊക്കെ ആഘോഷിക്കാൻ അർഹതയുള്ള ആൾക്കാരാണ് ആഴ്സണലിന്റെ ഫാൻസ് പറയണ അവർക്ക്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ ടീമിൽ കളിക്കുന്ന കുറെ പേര് ഇപ്പോഴാണ് ആഴ്സണലിന്റെ ജേഴ്സി അണിയുന്ന, ആഴ്സണലിന് വേണ്ടിയിട്ട് അവർ ബാഡ്ജിനോട് കളിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷെ അവർ വേണ്ടി വന്ന് നിങ്ങൾക്ക് ഈ ഒരു സന്തോഷ നിമിഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു പുഞ്ചിരിയൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക് ആ ഒരു ടീം വേണ്ടി വന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഗബ്രിയൽ ആയിക്കോട്ടെ, സലിബ ആയിക്കോട്ടെ, അതേപോലെ ഡിക്ലൻ റൈസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഡേവിഡ് റയ. അപ്പൊന്നോ ആ ഒരു ചങ്ങായി ഈ സീസണിൽ 19 ക്ലീൻ ഷീറ്റ് വന്ന് നേടിയിട്ടുണ്ട്. ഈ ചങ്ങായി വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആഴ്സണലിന്റെ ജേഴ്സിയിൽ വരുന്നത് വെറുതെ അങ്ങോട്ട് പോകാനല്ല, ചാമ്പ്യൻസ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അടിക്കാൻ വേണ്ടി തന്നെയെന്ന്. അതേപോലെ തന്നെ ചങ്ങായി അടിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇനി അടുത്തത് ചാമ്പ്യൻസ് ലീഗാണ്. PSG ഒക്കെ ശരിക്കും പഞ്ഞി കിട്ടിട്ട് ചാമ്പ്യൻസ് ലീഗും തൂക്കും, അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ എന്നെ പോലെ ഉറപ്പുള്ള എത്ര ആഴ്സണൽ ഫാൻസ് ഉണ്ട് അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആഴ്സണൽ ഫാൻസ് ആയ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബദർ എന്ന് പറഞ്ഞ ചങ്ങായുണ്ട്, എന്നെ ആഴ്സണലിന്റെ വീഡിയോ ഇട്ടാലും വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്ന ഒരു ചങ്ങായുണ്ട്. മെൻഷൻ ചെയ്യണം, ബദറോ വന്ന് കമന്റ് ചെയ്യണം.
എന്താ കാരണം എന്ന് പറഞ്ഞാൽ നല്ല കളി കളിക്കുമ്പോൾ നമ്മൾ ഏത് ടീം ആയിക്കോട്ടെ, അതിപ്പോ എന്റെ ടീം ബാഴ്സലോണയാണ്, അവർ തോൽക്കുമ്പോൾ അവർ മോശമായിട്ട് കളി കളിക്കുമ്പോൾ നമ്മൾ അവരെ കുറിച്ച് മോശമായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ കളിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ബോട്ടിൽ എന്നുള്ള കാര്യമൊക്കെ ഇതുവരെയുള്ള ആഴ്സണലിന്റെ ഈ ഒരു 22 വർഷം, നമ്മൾ ഏകദേശം ഒരു 10-12 വർഷമൊക്കെ ആയിട്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നന്നായിട്ട് കാണാൻ തുടങ്ങിയതെന്ന് പറയാം. അപ്പോൾ മുതൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആഴ്സണലിന്റെ കളിയൊക്കെ ഭയങ്കര ഒരു ഓസിലായിട്ടും, അതേപോലെ ഫാബ്രിക്കാസ്, സോറി നമ്മുടെ എന്താ പറയാ, എന്താ ചങ്ങയുടെ പേര്, ഹെൻറി കളിക്കുമ്പോ ഈ കളിയൊക്കെ കണ്ടിട്ട് അപ്പൊ നമുക്ക് അതില്ലാതെ വേറെ പറയാൻ നിവൃത്തിയില്ല. സിറ്റി ആണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവസാനാവും തോറും അവരുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എടുത്തു വരുന്ന ടൈമാണ്. ഇതിന് ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. അഗോറോ അന്ന് അടിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 2ാം സ്ഥാനത്താക്കിയിട്ട് അന്ന് ഓൾറെഡി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയി നിൽക്കുക, അവിടെ സിറ്റി തോറ്റത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് നോക്കിയാൽ 2021, 22, 23, 24, 25 ഇതൊക്കെ സെക്കൻഡ് പ്ലേസ് ആണ്. അപ്പൊ ഈ സീസണിൽ സെക്കൻഡ് പ്ലേസ് തന്നെ ആവോ അവസാനം വരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്നുള്ള ആ ഒരു തോട്ടൊക്കെ എല്ലാ ഫുട്ബോൾ ആരാധകർക്കുണ്ട്. പിന്നെ അങ്ങനെ ഒരു കളിയാക്കലും വരും, സ്വാഭാവികമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിച്ചിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളാണ്. 20 പ്രാവശ്യമാണ്. 14ാമത്തെ ട്രോഫിയാണ് ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കുന്നത്. 10 ട്രോഫി അടിച്ച മാഞ്ചസ്റ്റർ സിറ്റി. അവസാനമായിട്ട് ആഴ്സണൽ കപ്പെടുത്തതിന് ശേഷം ചെൽസിയും അതേപോലെ തന്നെ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ 2010 ശേഷം നോക്കിക്കഴിഞ്ഞാൽ പെപ്പ് വന്ന ശേഷം മാഞ്ചസ്റ്റർ സിറ്റി തൂക്കിയ കപ്പുകൾ നോക്കിയാൽ മതി. അതിൽ ഒരൊറ്റ വർഷം മാത്രം ലേസർ സിറ്റി എന്ന് പറയുന്ന ആ ഒരു ടീം അവർ പേപ്പട്ടെയാണ് റെലഗേഷൻ സോണിൽ പോയിട്ട് ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ കളിച്ചുകൊണ്ട് എവിടേക്കോ പോയി കിടക്കുന്നു. ഒരു ചാമ്പ്യൻ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ചാമ്പ്യന്മാരായ ഒരു ടീമാന്നുള്ള കാര്യം അടിക്കണം. അതിനുശേഷം വേറൊരു ടീം വരുന്നത് ഇപ്പോഴാണ്, അത് ആഴ്സണൽ, അതും 22 വർഷത്തിന് ശേഷം. ഇവരുടെ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ അവസാനം 3 വർഷം 2ാം സ്ഥാനക്കാരാണ്. 2022, 23, 24, 25. അതിന് മുമ്പുള്ള വർഷം 2019, 20 നോക്കിക്കഴിഞ്ഞാൽ 8ാം സ്ഥാനം. 2020, 21 8ാം സ്ഥാനം. അതേപോലെ തന്നെ 2021, 22 5ാം സ്ഥാനം. 2016, 17 5ാം സ്ഥാനം. 2017, 18 5ാം സ്ഥാനം. 2018, 19 5ാം സ്ഥാനം. 2013, 14 അങ്ങനെ ഈ 3-4 സ്ഥാനങ്ങളൊക്കെ ആയിട്ട് പോകണം. അവസാന 3 സീസണായിട്ട് 2ാം സ്ഥാനക്കാരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും അവസാനം വരെ പോരാടിയിട്ട്. ഇതിപ്പോ സിറ്റിക്ക് ഭയങ്കര ഷോക്കാണ്. എന്താ കാരണം, സിറ്റിക്ക് ഭയങ്കര സങ്കടമാണ്. എന്താ പറഞ്ഞാൽ ഒരു കിരീടത്തിന് വേണ്ടി ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ടീം ഒരു കളി ബാക്കി നിൽക്കെ വിജയിക്കുകയാണ്. ഇതേ അവസ്ഥയാണ് ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ആഴ്സണൽ ഫാൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഒരു ട്രോഫി ഇല്ലാത്തവരെ എന്ന് പറഞ്ഞുള്ള ട്രോളുകളും. അപ്പൊ എന്തായാലും ആർട്ടറ്റയ്ക്കും പിള്ളേർക്കും ലണ്ടൻ ഇപ്പൊ കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആഘോഷങ്ങളൊക്കെ ആഴ്സണലിന്റെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും അതേപോലെ തന്നെ ലണ്ടൻ ആ ഒരു നഗരം മൊത്തം ഇപ്പോ എന്താ പറയാ കത്തിക്കുകയാണ് ആഴ്സണൽ ഫാൻസ്. ഇനി അവർ ആഘോഷിക്കാനുള്ള ടൈമാണ്, അവർക്ക് ആഘോഷിക്കാനുള്ള ടൈമാണ്. അപ്പൊ അവർ ആഘോഷിക്കാൻ വേണ്ടേ? എന്റെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്ന ഫാൻസ് എന്ന് പറഞ്ഞാൽ ആഴ്സണൽ ഫാൻസ് തന്നെയാണ്. അവര് എന്നെ വിമർശിച്ചിട്ടും അതേപോലെ ചീത്തോട്ടടക്കം കമന്റുകൾ ഇട്ടുണ്ട്. പക്ഷെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ആ ഒരു ഇതൊക്കെയാണ്, കമന്റുകളൊക്കെയാണ് എനിക്ക് പിന്നീട് ആഴ്സണലിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം തരുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് കൺഗ്രാറ്റ്സ് ഉണ്ട് നിങ്ങൾ ഫാൻസ്, ആഴ്സണൽ ഫാൻസിന്. എന്താ പറഞ്ഞാല് നിങ്ങളാണോ ശരിക്കും ഫാൻസ്? ഞങ്ങൾ അർജന്റീനക്കാരെ പോലെ, അർജന്റീനയും ഇതേപോലെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കപ്പ് കിട്ടിയത്, ഒരു കോപ്പ അമേരിക്കയും ഇന്റർനാഷണൽ ട്രോഫി ഇല്ലാന്ന് പറഞ്ഞ മെസ്സിക്കും. അതേപോലെ തന്നെ അർജന്റീന നിങ്ങൾ കളർ ടീം വന്ന ശേഷം നിങ്ങൾ ട്രോഫി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയ ഒരു ഫാൻസ് ആണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ വിഷമം. അങ്ങനെ ആഴ്സണൽ വീണ്ടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ തലപ്പത്തെത്തിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ 37 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 25 വിജയവും 7 സമനിലയും 5 തോൽവി അടക്കം 82 പോയിന്റുമായിട്ടാണ് ആഴ്സണൽ തലപ്പത്ത് നിന്നുകൊണ്ട് ചാമ്പ്യന്മാരായിരിക്കുന്നത്. ഇനിയൊരു മത്സരമുണ്ട്, അതിപ്പോ തോറ്റാലും ജയിച്ചാലും സമനിലയാലും ഒരു വിഷയമാണ്. പക്ഷെ എന്തായാലും ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള മത്സരമാണ്. അതെന്തായാലും വിജയിക്കാതെ ആഴ്സണൽ ഈ കിരീടം ചൂടില്ല എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. മാഞ്ചസ്റ്റർ സിറ്റി ആയിക്കോട്ടെ 37 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 23 വിജയവും 9 സമനിലയും 5 തോൽവി അടക്കം 78 പോയിന്റുമായിട്ട് 76 ഗോളുകൾ അടിച്ചപ്പോൾ 33 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് 2ാം സ്ഥാനത്തുള്ളത്. അടുത്ത് ക്രിസ്റ്റൽ പാലസ് ആയിട്ടുള്ള മത്സരം വരാൻ പോകുന്നതിനായിരിക്കും ഇനി എല്ലാ ആഴ്സണൽ ഫാൻസും ആ ഒരു കിരീടധാരണം കാണാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാ ആഴ്സണൽ ഫാൻസും കാത്തിരിക്കുന്നത്. ആഴ്സണൽ എവേ മത്സരമാണെന്നുള്ള കാര്യം ആലോചിക്കണം. ക്രിസ്റ്റൽ പാലസിന്റെ ഹോം ഗ്രൗണ്ടിലാണ് വെച്ച് നടക്കാൻ പോകുന്നത്. 24-5 ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സിറ്റിക്കാണെങ്കിൽ ആസ്റ്റൺ വില്ലയായിട്ട് ഹോം മത്സരമാണ്. കാര്യമൊന്നുമില്ല, സിറ്റിക്ക് ഇനി പെപ്പ് ഇവിടെ പറയുകയാണെന്നുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. എന്താ പറയാ, ഒന്നും പറയാനില്ല. അത്രയും നല്ലൊരു കരിയറാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് ചങ്ങായി. ആ ഒരു ഏറ്റവും മോശം സീസണിൽ കൂടെ 2 ട്രോഫികൾ എടുത്തിട്ടാണ് ആൾ മടങ്ങുന്നത്. ആർട്ടറ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ ആർട്ടറ്റ
ഈ സീസണിലും കൂടി ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തൂക്കിയില്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആഴ്സണൽ വിട്ടു പോകണമെന്ന് ഞാൻ വല്ലാണ്ട് നല്ലൊരു കോച്ചാണ്. പക്ഷെ എന്തുകൊണ്ടോ ആഴ്സണൽ ഇനി ട്രോഫികൾ എടുത്തു തുടങ്ങും, അതിൽ യാതൊരു സംശയമില്ല. എന്താ കാരണം പറഞ്ഞാൽ അവർക്ക് ഒരു ട്രോഫി അടിക്കാനാണ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു ടൈറ്റ് അടിക്കാനാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതുള്ളൂ. ഇനി PSG മറികടന്ന് ചാമ്പ്യൻസ് ലീഗും ചിലപ്പോൾ തൂക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും കരബോ കപ്പും FA കപ്പും ചാമ്പ്യൻസ് ലീഗും എല്ലാം തൂക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഒരു ടീം, അതിനുള്ള ടീം ഉണ്ടോ, അവർക്ക് ആ ഒരു മെന്റാലിറ്റി, അവരുടെ ആ ഒരു വിജയിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ മാത്രം അവർ ഇടയ്ക്ക് വിന്നിങ് മെന്റാലിറ്റി എന്ന് പറയുന്ന സാധനം ഇടയ്ക്കൊന്ന് താഴോട്ട് പോകലുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ തിരികെ കിട്ടിയിരിക്കുകയാണ്. എന്തായാലും തീപ്പാറിയ ഒരു ദിവസം ഇന്ന് രാത്രി ആഴ്സണൽ ഫാൻസ് ഒന്നും ഉറങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു, എന്നാലും ഞാനും ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആഴ്സണൽ ഇപ്രാവശ്യം കപ്പടിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.